ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോട്ടയത്ത് അതിശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. മുണ്ടക്കയം ചോറ്റിയിലും പുതുപ്പള്ളി മീനടത്തും കുറുപ്പും തറയിലും വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായി. ചോറ്റിയിൽ സണ്ണി എന്നയാളുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര തകർന്നു. കുറുപ്പും തറയിൽ ഹരിദാസന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. മീനടത്തും പാലായിലും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. CMS കോളേജിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. കോളേജ് അവധിയായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ആ കറക്റ്റ് സമയത്ത് കൃത്യമായിട്ട് ഞങ്ങളുടെ കോളേജ് വിടുന്ന ഒരു സമയമായിരുന്നു. മഴയാണെങ്കിലും വളരെ അനേകം കുട്ടികൾ ഈ വഴിയിൽ, അതായത് കോളേജിൻ്റെ പ്രധാന വഴിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അനേകം വണ്ടികളും ഇവിടെ കാണേണ്ടതായിരുന്നു. അതായത് കളക്ടർ ഇന്ന് അവധി കൊടുത്തതുകൊണ്ട് വളരെ ഉപകാരമായി. അത് കളക്ടറോട് തന്നെയാണ് ശരിക്കും ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. ഇന്ന് പനച്ചിക്കാട് സഹകരണ ബാങ്കിന് മുകളിൽ പ്രവർത്തിച്ചിരുന്ന കൃഷിഭവന്റെ സോളാർ പാനലുകൾ തകർന്നു. പാല ചേർപ്പുങ്കലിൽ മരം വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 2 കാറുകൾക്കും ഒരു ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. വൈക്കം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്കും മരം കടപുഴകി വീണു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾക്കും തകരാർ സംഭവിച്ചു. ഇതോടെ പലയിടങ്ങളിലും വൈദ്യുത തടസ്സവുമുണ്ടായി. മരം വീണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. കുമരകം, നെടുങ്കുന്നം, ചങ്ങനാശ്ശേരി, കിടങ്ങന്നൂർ, കുറുപ്പുംതറ തുടങ്ങിയ ഇടങ്ങളിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. 24 കോട്ടയം. ശക്തമായ കാറ്റിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. തൃശൂരിലും കോഴിക്കോട്ടും മിന്നൽ ചുഴലികൾ വലിയ നാശം വിതച്ചു. ഇടുക്കിയിൽ വിവിധ മേഖലകളിൽ മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തു. കുമളി ചക്കുവള്ളത്ത് മരക്കും പൊടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. തമിഴ്നാട് KG-പെട്ടി സ്വദേശി സുധയാണ് മരിച്ചത്. ജലനിരപ്പ് ഉയർന്നതോടെ പൊന്മുടി ഡാമിന്റെ ഷട്ടർ തുറന്നു. പത്തനംതിട്ട റാന്നിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധിയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. KSEBയുടെ വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. തൃശൂർ മാളയിൽ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. കോഴിക്കോട് തലക്കളത്തൂരും ചുഴലിക്കാറ്റ് വീശിയടിച്ചു. മരങ്ങൾ കടപുഴകി വീണു. 4 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മലപ്പുറം വേങ്ങരയിൽ മിന്നൽ ചുഴലിയെ തുടർന്ന് വ്യാപക നാശനഷ്ടമുണ്ടായി. കനത്ത മഴയിൽ പാലക്കാട് മണ്ണാർക്കാട് മേഖലയിൽ വൻ നാശനഷ്ടം. ചേറുംകുളം, കാരാക്കുർശി എന്നിവിടങ്ങളിൽ വൻമരങ്ങൾ കടപുഴകി വീണു. ചിറക്കൽപ്പടിയിൽ ഫുട്ബോൾ ടർഫിന്റെ മേൽക്കൂര തകർന്നു. അട്ടപ്പാടിയിൽ ഹോട്ടലിന്റെ മേൽക്കൂര പറന്നുപോയി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പത്തനംതിട്ട ചുങ്കപ്പാറയിൽ വിറകുപുരയ്ക്കുമേൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. വെള്ളിക്കര ബേബി ജോസഫാണ് മരിച്ചത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്നും. ജയശങ്കർ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ വലിയ നാശനഷ്ടമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കാറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ചുങ്കപ്പാറയിൽ എന്താണ് സംഭവിച്ചത്? ഈ ഗൃഹനാഥന്റെ മരണത്തിലേക്കിടെ സാഹചര്യം എന്താണ്? വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായ കാറ്റാണ് ആഞ്ഞു വീശിയത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടവും പിന്നാലെ മരണവും സംഭവിക്കുന്നത്. ഈ വെള്ളരിക്കര ബേബി ജോസഫാണ് ഇത്തരത്തിൽ വിറകുപുരയ്ക്ക് മേൽ മരം വീണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. ഇദ്ദേഹത്തിന് മുകളിലേക്ക് ഈ മരം പതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട ചുങ്കപ്പാറയിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം. ഈ ചുങ്കപ്പാറയിൽ ഇദ്ദേഹത്തിന് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ വിറകുപുര. ഈ വിറകുപുരയ്ക്ക് മുകളിലാണ് മരം വീണത്. പിന്നാലെയാണ് ഇദ്ദേഹത്തിന് മുകളിലേക്ക് ഈ വിറകുപുരയിൽ ഉണ്ടായിരുന്ന മരങ്ങളും ഒപ്പം തന്നെ ഈ മുറിഞ്ഞു വീണ മരവും ഒക്കെ വീണ് അപകടമുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടായി. ഈ ദൃശ്യങ്ങൾ വളരെയധികം വേദനപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണിച്ചത്. നമുക്ക് ഓണയർ ഉൾപ്പെടെ കാണിക്കാൻ സാധിക്കാത്ത അത്ര ഭീകരപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ശക്തമായ കാറ്റിലായിരുന്നു അപകടം. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുലർത്തണമെന്ന ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ
മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. ഒപ്പം തന്നെ ഈ മലയോര യാത്രകൾ ഉൾപ്പെടെ നടത്തുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീഴാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് ഈ മലയോര മേഖലയിൽ ഉള്ള രാത്രികാല യാത്രയ്ക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ മരം മറ്റും കടപുഴകി വീണ് KCBക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. റാന്നി പെരുന്നാട് മേഖലയിലാണ് വ്യാപകമായ കാറ്റിൽ മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ കോന്നിയിലും സമാനമായ രീതിയിൽ ഈ മരം കടപുഴകി വീണുകൊണ്ട് വ്യാപക നാശനഷ്ടങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മരണം ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെട്ടതും അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയും കാലവർഷത്തെ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നിലവിലുണ്ട്. മഴയോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിൽ ഓറഞ്ച് അലർട്ടും പമ്പാ നദിയിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മീൻപിടുത്തത്തിന് വിലക്ക് തുടരും. 24 തിരുവനന്തപുരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം തിരൂരിൽ റോഡിലെ കുഴിയിൽ നിന്ന് വെട്ടിക്കുന്നതിനിടെ ഗുഡ്സ് ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ 6 വയസ്സുകാരി മരിച്ചു. വളാഞ്ചേരി സ്വദേശി ഫൈസൽ ബൽക്കീസ് ദമ്പതികളുടെ മകൾ ഫൈസയാണ് മരിച്ചത്. ഗുഡ്സ് ഓട്ടോയിൽ ആളെ കയറ്റിയതിന് വാഹനമോടിച്ച പിതാവിനെതിരെ തിരൂർ പോലീസ് കേസെടുത്തു. തിരൂർ ചമ്രവട്ടം സംസ്ഥാന പാതയിൽ BP അങ്ങാടിയിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം. ഗുഡ്സ് ഓട്ടോയിൽ ഡ്രൈവർ ക്യാബിനിൽ ഫൈസലിനൊപ്പം ഭാര്യ ബൽക്കീസും 6 വയസ്സുകാരി ഫൈസയും ഉണ്ടായിരുന്നു. റോഡിലെ കുഴി കണ്ടതോടെ ഓട്ടോ വെട്ടിച്ചു. ഇതോടെ ഡോർ തനിയെ തുറന്ന് ഫൈസ റോഡിലേക്ക് തെറിച്ചു വീണു. പരുക്കേറ്റ ഫൈസയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വിശ്വാസ് തിയേറ്ററിന് മുന്നിൽ കുഴി ചാടിയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്. ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാരിൻ്റെ അനാസ്ഥ കാരണമാണ് ഇത്തരത്തിലുള്ള ഈ മരണത്തിന് നമ്മളെല്ലാം കണ്ണീരിലാക്കുന്നത്. എന്തായാലും ഇത് ഇനിയും ഈ ഉദ്യോഗസ്ഥന്മാർ കണ്ണു തുറന്നിട്ടില്ലാതെ പല ജീവനും അപകടത്തിലാവും. ഇന്ന് ഉച്ചയോടെ അധികൃതരെത്തി റോഡിലെ കുഴികൾ അടച്ചു. ഗുഡ്സ് ഓട്ടോയിൽ ആളെ കയറ്റിയതിന് ഫൈസലിനെതിരെ തിരൂർ പോലീസ് കേസെടുത്തു. റോഡിലെ കുഴികൾ കാരണം അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ പരിഹാരം കാണുന്നില്ലെന്ന് പരാതിയുണ്ട്. 24 തിരൂർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് പടന്നക്കാട് അപകടത്തിൽപ്പെട്ട ടാങ്കർ മറ്റൊരിടത്തേക്ക് മാറ്റി. പ്രദേശത്ത് നാളെ രാവിലെ വരെ ഗതാഗത നിയന്ത്രണം തുടരും. വൈദ്യുതി ബന്ധവും നാളെ മാത്രമേ പുനഃസ്ഥാപിക്കൂ. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഈ മേഖലയിൽ ഏതാണ്ട് ഇന്നലെ മുതൽ തന്നെ വലിയ ആശങ്കയായിരുന്നു. ഇന്ന് ഉച്ചയായപ്പോഴേക്കും, ഇന്ന് രാവിലെ മുതൽ അവിടെ ഗ്യാസ് ലീക്ക് എന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആശങ്കാജനകമായ മണിക്കൂറുകൾ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോഴല്ലേ? വിജയകുമാർ, അത് തന്നെയാണ്. ഈ ആശങ്ക ഇപ്പോൾ വേണ്ട എന്നാണ് ഫയർഫോഴ്സും പോലീസും ഒക്കെ പറയുന്നത്. ജില്ലാ ഭരണകൂടം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. മറിഞ്ഞ ടാങ്കർ അത് അവിടുന്ന് ഉയർത്തി അയ്മൂത്ത് ഭാഗത്ത്, അതായത് ഒരു ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയാണ് ഈ കാലി ടാങ്കർ എത്തിയിരിക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് എത്തിച്ച മറ്റൊരു ടാങ്കർ കൂടി എത്തിച്ചിരിക്കുന്നത്. ആ ടാങ്കറിലേക്ക് ഈ ഗ്യാസ് മാറ്റുന്ന, അതായത് പാചകവാതകം മാറ്റുന്ന പ്രവൃത്തികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് ടവർ അല്പസമയത്തിനകം ഓഫ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ വൈദ്യുതി ബന്ധം നാളെ മാത്രമേ പുനഃസ്ഥാപിക്കൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പുലർച്ചെ 4 മണിയാവും ഇത് മാറ്റുമ്പോൾ എന്നാണ് ഇപ്പോൾ നിലവിൽ വന്ന അറിയിപ്പിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം പുലർച്ചെ 4 മണിവരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വിജയകുമാർ. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. സ്കൂൾ സമയത്തിൽ നടപ്പാക്കിയ മാറ്റം ഈ അക്കാദമിക് വർഷം അതേ രീതിയിൽ തുടരും. സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ സമവായമായി. അടുത്ത വർഷം ചർച്ചകൾ നടത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി സമസ്ത നേതാക്കൾ അറിയിച്ചു. സമയമാറ്റത്തിന്റെ സാഹചര്യം യോഗത്തിൽ വിശദീകരിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അക്കാദമിക് വർഷം 1100 മണിക്കൂർ ക്ലാസുകൾ ലഭിക്കാനായി വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും വർദ്ധിപ്പിച്ചത്. മതസംഘടനകളുടെ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ്
വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയത്. തീരുമാനത്തിൽ മാറ്റമില്ലെന്നും പരാതിയുള്ളവർക്ക് കോടതിയിൽ പോകാമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം. ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചർച്ചയിൽ സമവായത്തിലെത്തിയെന്ന് സംസ്ഥാന നേതാക്കൾ. ഈ വർഷം ഇംപ്ലിമെന്റ് ചെയ്തു പോയി. അടുത്ത വർഷത്തേക്ക് ഇതിന് മാറ്റം വരുത്താൻ നമുക്ക് കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. ഈ വർഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കോടതിയിൽ അത് അവതരിപ്പിച്ചത് കൊണ്ടുള്ള ഒരു പ്രയാസം അത് സഹകരിച്ചുകൊണ്ട് അടുത്ത വർഷം എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. 22 സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 24 തിരുവനന്തപുരം. തുടർച്ചയായുള്ള പാർലമെന്റ് സ്തംഭനത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സമവായം. പഹൽഗാം ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ ധാരണയായതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. തിങ്കളാഴ്ച വിഷയം ലോക്സഭ ചർച്ച ചെയ്യുമെന്നും തിങ്കളാഴ്ച മുതൽ സഹകരിക്കാമെന്ന് പ്രതിപക്ഷം അറിയിച്ചതായും മന്ത്രി പറഞ്ഞു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസ് ലോക്സഭയിലായിരിക്കും ആദ്യം ചർച്ച ചെയ്യുക എന്നും കിരൺ റിജിജു അറിയിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായ 5ാം ദിവസവും സ്തംഭിച്ചു. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദിയെ വരണാധികാരിയായി നിയമിച്ചു. തെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് അറിയിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഉപരാഷ്ട്രപതിക്കായുള്ള ചർച്ചകളും സജീവമാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരണാധികാരിയെയും 2 സഹവരണാധികാരികളെയുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചത്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദിയെ വരണാധികാരിയായും രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ജോയിന്റ് സെക്രട്ടറി ഗരിമ ജെയിൻ, രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ വിജയ് കുമാർ എന്നിവരെ സഹവരണാധികാരികളായും നിയമിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ചകളും സജീവമാണ്. NDAയുടെ സ്ഥാനാർത്ഥി BJPയിൽ നിന്നാകുമെന്നാണ് സൂചന. വിദേശയാത്ര കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയാലുടൻ തന്നെ അന്തിമ നാമനിർദ്ദേശങ്ങൾക്കായുള്ള ചർച്ചകൾ ആരംഭിക്കും. തെരഞ്ഞെടുപ്പെടുത്ത ബീഹാറിൽ രാഷ്ട്രീയ നേട്ടത്തിനുതകുന്ന തരത്തിലാകും സ്ഥാനാർത്ഥിയെന്നും സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി പൊതു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിർദ്ദേശം. 24 ഡൽഹി. നടനും മക്കൾ നീതിമയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാംഗമായതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് കമൽഹാസൻ പ്രതികരിച്ചു. மாநிலங்கள் அவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்டிருக்கும் கமல்ஹாசன் எனும் நான் சட்டத்தினால் நிறுவப்பெற்றதான இந்திய அரசியல் சட்டத்தின் மீது உண்மையான பற்றார்வமும் പറ്റുറുതിയും കൊണ്ടിരിപ്പേൻ എന്നും. ഉലകനായകന്റെ ജീവിതത്തിൽ മറ്റൊരു റോളിന് തുടക്കം. രാവിലെ 11:01 കമൽഹാസൻ രാജ്യസഭാംഗമായി സത്യവാചകം ചൊല്ലി. തമിഴിലായിരുന്നു പ്രതിജ്ഞ. நான் இப்போது ஏற்கவிருக்கும் கடமையினை நேர்மையாக நிறைவேற்றுவேன் என்றும் விழிமிய முறைமையுடன் உறுதி கூறுகிறேன். വണക്കം. ഉപരിസഭ അംഗമായതിൽ അഭിമാനവും സന്തോഷവുമെന്ന് കമൽഹാസൻ. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കടുത്ത വിമർശകനായ കമൽഹാസന്റെ സാന്നിധ്യം പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിന് കരുത്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്ന മക്കൾ നീതിമയ്യം DMKക്ക് പിന്തുണ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് കമൽഹാസന് DMK രാജ്യസഭാ സീറ്റ് നൽകിയത്. 24 ഡൽഹി. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ വളഞ്ഞു പിടിച്ചു. കണ്ണൂരിൽ ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ഒടുവിൽ പിടിയിൽ.
കണ്ണൂർ തളാപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിനോട് ചേർന്ന കിണറ്റിൽ നിന്നാണ് പോലീസ് വളഞ്ഞിട്ടിയാളെ പിടികൂടിയത്. നാട്ടുകാർ നൽകിയ നിർണായക വിവരങ്ങളാണ് സൗമ്യ കൊലക്കേസ് പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ സഹായകമായത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഗോവിന്ദച്ചാമിയെ നാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ജയിൽ ചാടിയ കേസിൽ ഗോവിന്ദച്ചാമിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രാവിലെ 7:30യോടെയാണ് കേരളം ഞെട്ടലോടെ ആ വാർത്ത കേട്ടത്. പിന്നീട് സാക്ഷ്യം വഹിച്ചത് അതുവരെ കാണാത്ത തിരച്ചിലിന്. റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും ബീച്ചുകളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ. വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗോവിന്ദച്ചാമിയുടെ സാദൃശ്യമുള്ളയാളെ കണ്ടെന്ന് നാട്ടുകാർ വിവരം നൽകിയതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പിന്നാലെ പ്രതി കണ്ണൂരിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. നാട്ടുകാർ വിവരം നൽകിയതനുസരിച്ച് തളാപ്പ് മേഖലയിൽ പോലീസിന്റെ വ്യാപക പരിശോധന. ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടിയെന്ന് വാർത്തയെത്തിയെങ്കിലും പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. പിന്നാലെ 40 അംഗ സംഘം കെട്ടിടം വളഞ്ഞു. 10:45 കെട്ടിടത്തിലെ കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ അതിസാഹസികമായി പിടികൂടി. പ്രാഥമിക ചോദ്യം ചെയ്യലിനും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗോവിന്ദച്ചാമിയെ തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ജയിലിൽ 10ാം ബ്ലോക്ക്, ക്വാറന്റൈൻ ബ്ലോക്ക്, ചാടിയ മതിലിന്റെ ഭാഗം എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് നടന്നു. ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന വിലയിരുത്തലിനെ തുടർന്ന് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവായി. 24 കണ്ണൂർ. കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഗുരുതര വീഴ്ച. ജയിലിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചെന്ന് സംശയിക്കുന്നതായി ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ തന്നെ പ്രതികരിച്ചു. പുലർച്ചെ 1:15 കണ്ണൂരിലെ അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി മതിൽ ചാടി രക്ഷപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞത് രാവിലെ 5 മണിയോടെ, അതും റോൾ കോളിനായി വിളിച്ചപ്പോൾ. ഇത് കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷമാണ് വിവരം പോലീസ് അറിയുന്നത്. കണ്ണൂർ ജയിലിലെത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ജയിൽ ചാട്ടം 4:15-നും 6:30-നും ഇടയിലെന്ന്. എന്നാൽ ഗോവിന്ദച്ചാമിയുടേതായി ആദ്യം പുറത്തുവന്ന CCTVയിലെ സമയം പുലർച്ചെ 3:29. ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. ഏകദേശം 20 ദിവസത്തിന് മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. മണിക്കൂറുകൾ സമയമെടുത്തല്ലാതെ അഴികൾ മുറിച്ചു മാറ്റാൻ കഴിയില്ലെന്നിരിക്കെ ജയിലിനകത്ത് നിന്ന് ഉൾപ്പെടെ സഹായം ഇയാൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുറത്തു നിന്നും അകത്തു നിന്നും സഹായം ലഭിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായയുടെ പ്രതികരണം. ഇപ്പോൾ നമ്മുടെ വിശദമായി അന്വേഷണത്തിൽ പോകുന്നുണ്ട്. ഏതേത് ഉദ്യോഗസ്ഥരുടെ ഭാഗം നിന്നും വീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് അതിലെ വിരുദ്ധമായി നടപടി വരും. DIG പറയൂ 3 ഉദ്യോഗസ്ഥൻ പുള്ളി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ എങ്കിലും അത് നോക്കിക്കൊണ്ടിരിക്കുക. പുറത്തു നിന്നും സപ്പോർട്ടാണോ ഉള്ളിൽ നിന്നും സപ്പോർട്ടാണോ അത് DIG വിശദമായി ഇവിടെ നോക്കുന്നുണ്ട്. കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന 68 സെല്ലുകളുള്ള 10ാം ബ്ലോക്ക് ബിയിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത്. 10ാം ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ ഗോവിന്ദച്ചാമി 2 മതിലുകളാണ് ചാടിക്കടന്നത്. ആദ്യ മതിൽ ചാടാൻ സെല്ലിലെ കുടിവെള്ള കന്നാസ് ഉപയോഗിച്ചെന്നാണ് മൊഴി. ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള 7 മീറ്റർ ഉയരമുള്ള പുറം മതിൽ ഒറ്റക്കൈനായ ഗോവിന്ദച്ചാമി ചാടിക്കടക്കുമ്പോൾ മതിലിൽ വൈദ്യുതി പ്രവാഹം ഇല്ലായിരുന്നു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിച്ചും വിമർശിച്ചും രാഷ്ട്രീയ നേതൃത്വങ്ങൾ. സംഭവം ആഭ്യന്തര വകുപ്പിന്റെ സുരക്ഷാ വീഴ്ചയായി ചിത്രീകരിക്കേണ്ടെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം P. ജയരാജൻ പറഞ്ഞു. കുറ്റവാളികൾക്ക് ജയിലുകളിൽ സ്വൈര്യവിഹാരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവർത്തിച്ച് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതിയും രംഗത്ത്. കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് പ്രതികളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ ജയിലുദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആരോപിച്ചു. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് K. സുധാകരൻ ആവശ്യപ്പെട്ടു. പ്രതിയെ സഹായിച്ചവരെ നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്ന് BJP നേതാവ് V. മുരളീധരനും ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ മനസ്സിലുള്ള സന്ദേഹങ്ങൾ, ആ സന്ദേഹങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം, അങ്ങനെ ഒരു അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം.
ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന തരത്തിൽ സംഭവത്തെ കാണേണ്ടതില്ലെന്നാണ് CPIM സംസ്ഥാന സമിതി അംഗവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ P. ജയരാജന്റെ വിശദീകരണം. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. ഇവിടെ വന്നിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗം M. രാജഗോപാൽ MLA പറഞ്ഞു. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം തീർത്തും ദൗർഭാഗ്യകരവും ഞെട്ടിപ്പിക്കുന്നതുമാണ്. സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കണമെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ സുമതി. ജയിലിൽ ചാടാൻ ഇവന് ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല. അതെന്തായാലും അത് നടക്കില്ല, അത് ഉറപ്പാണ്. അത് അന്വേഷണം വന്നാലേ അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് അന്വേഷിക്കണമല്ലോ നമ്മള്. അത് അന്വേഷിക്കാതെ എങ്ങനെയാ ഇവനെങ്ങനെയാ ജയിലിൽ ചാടിയെന്ന് അത് അന്വേഷിക്കണ്ടേ? ജയിൽ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ജയിൽ ചാട്ടത്തിന് ഗോവിന്ദച്ചാമി നടത്തിയത് 1.5 മാസത്തെ തയ്യാറെടുപ്പ്. ശരീരം മെലിയാൻ അരിഭക്ഷണം ഒഴിവാക്കി. സെല്ലിലെ കമ്പി അറുക്കുന്ന ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ തലയിൽ തേക്കാൻ നൽകിയ വെളിച്ചെണ്ണ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിച്ചു. ജയിൽ മോചിതരായവരുടെ വസ്ത്രം വടമുണ്ടാക്കാനായി ഇയാൾ ശേഖരിച്ചു. ജയിൽ ചാടുന്നതിനായി മാസങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു ഗോവിന്ദച്ചാമി. നേരത്തെ തന്നെ ജയിൽ കമ്പികൾ മുറിച്ചു തുടങ്ങി. ശബ്ദം പുറത്തു വരാതിരിക്കാൻ കുളിക്കാൻ നൽകിയ വെളിച്ചെണ്ണ കമ്പികളിൽ തേച്ചു. തുണി വെച്ച് കെട്ടിയാണ് കമ്പികൾ മുറിക്കാൻ ആരംഭിച്ചത്. ജയിലധികൃതർക്ക് മനസ്സിലാകാതിരിക്കാൻ കമ്പിയിൽ നൂൽ കെട്ടിവെച്ചു. കമ്പികൾക്കിടയിലൂടെ നൂണ്ടിറങ്ങാൻ അരിഭക്ഷണം ഒഴിവാക്കി ശരീരവണ്ണം കുറച്ചു. സംശയം തോന്നിയവരോട് ഡോക്ടർ ആവശ്യപ്പെട്ടതാണെന്ന് മറുപടി നൽകി. മതിലിലൂടെ ഊർന്നിറങ്ങുന്നതിനായി ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ചു വെച്ചു. വാട്ടർ ടാങ്ക് വഴി ക്വാറന്റൈൻ ബ്ലോക്കിലെത്തിയ പ്രതി പ്ലാസ്റ്റിക് ഡ്രമ്മിന്റെ മുകളിൽ കയറി ഇലക്ട്രിക് ഫെൻസിന്റെ തൂണിൽ കുടുക്കിടുകയായിരുന്നു. ജയിൽ അടുക്കളയിലെ അന്തേവാസികളിൽ നിന്നാണ് ബ്ലേഡ് ലഭിച്ചതെന്നും ഗോവിന്ദച്ചാമി മൊഴി നൽകി. ഗോവിന്ദച്ചാമി തടവ് ചാടാൻ തയ്യാറെടുക്കുന്ന വിവരം അറിയാമായിരുന്നുവെന്ന് തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരനും സമ്മതിച്ചു. എന്നാൽ താനും ജയിൽ ചാടാൻ ശ്രമിച്ചെന്നും കമ്പികൾക്കിടയിലൂടെ പുറത്തു ചാടാൻ കഴിയാത്തത് തിരിച്ചടിയായെന്നും സഹതടവുകാരൻ പോലീസിനോട് പറഞ്ഞു. 24 കണ്ണൂർ. ജയിൽ ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിൽ നിർണായകമായത് നാട്ടുകാരുടെ ഇടപെടൽ. 3 പേർ കൃത്യമായി വിവരം നൽകിയതിനാൽ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാൻ സാധിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. രാവിലെ 9 മണിയോടെയാണ് ഗോവിന്ദച്ചാമിയുമായി രൂപസാദൃശ്യമുള്ളയാളെ കണ്ടെന്ന് ദൃക്സാക്ഷി പോലീസിനെ വിവരമറിയിച്ചത്. തളാപ്പിലെ ചായക്കടയ്ക്ക് സമീപത്ത് നിന്നാണ് കണ്ണൂർ സ്വദേശിയായ വിനോജ ഗോവിന്ദച്ചാമിയെ കണ്ടത്. തുടർന്ന് വിനോദും മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ സന്തോഷും ഇയാളെ പിന്തുടർന്നു. സംശയം തോന്നി ഇവർ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചു. ഉടൻ തന്നെ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഉടനെ പോണ വഴിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ഉടനെ സ്കൂട്ടർ സ്ലോ ആക്കി നിർത്തിയിട്ട് ഇദ്ദേഹം തൊട്ടടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് സംശയമാണ്, ഇത് ആരാണെന്ന് ചോദിച്ചു. ഗോവിന്ദച്ചാമിയാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ സ്കൂട്ടർ തിരിച്ചു. അപ്പം നോക്കുമ്പോൾ ആൾ നടക്കുന്ന സ്പീഡ് കുറച്ച് കൂടിയിട്ടുണ്ട് ആളുടെ. അപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായി. അപ്പോൾ ഇയാൾ ഗോവിന്ദച്ചാമി ഓടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടിയുടെ സ്റ്റാൻഡ് ബട്ടൺ തട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ വണ്ടി തിരിച്ച് വെച്ചിട്ട് ഞാൻ ഓടിയ ടൈമിന് അവിടെ കാൽ സ്ലിപ്പായിട്ട് വീണ ടൈമിനാണ് ഈ മതിലുള്ളിട്ട് പോകുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ടിവിയിൽ കണ്ട പരിചയം തോന്നിയെങ്കിലും തലയിൽ തുണി കെട്ടിയിരുന്നുവെന്നും നാട്ടുകാർ വിവരം നൽകി. കള്ളി ഷർട്ടാണ് ധരിച്ചിരുന്നതെന്ന് ദൃക്സാക്ഷി പോലീസിന് വിവരം കൈമാറി. രക്ഷപ്പെടുന്ന സമയത്ത് കറുത്ത ഷർട്ടും പാന്റുമാണ് ഗോവിന്ദച്ചാമി ധരിച്ചിരുന്നതെന്ന വിവരം പോലീസ് പുറത്തുവിട്ടു. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിൽ ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിച്ചുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്. ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ, കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയുള്ളൂ. പ്രാഥമികമായിട്ട് ഈ പ്രതി പുറത്തു വന്നതിൻ്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. നാട്ടുകാരായ 3 പേർ കൃത്യമായ വിവരം കൈമാറിയതാണ് നിർണായകമായതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ ജയിലുകളിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാൽ ജയിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുരക്ഷയൊരുക്കാനും കഴിയുന്നില്ല. സുരക്ഷയൊരുക്കേണ്ട ജീവനക്കാർ മറ്റ് ജയിൽ വ്യവസായ സംരംഭങ്ങളിലും പണിയെടുക്കണം.
24 മണിക്കൂറും പണിയെടുപ്പിച്ച് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഓരോ ജയിലുകളിലും അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തടവുകാരാണ് ശിക്ഷ അനുഭവിച്ച കഴിയുന്നത്. എന്നാൽ തടവുകാർക്കനുസരിച്ചുള്ള സുരക്ഷാ ജീവനക്കാർ ജയിലുകളിലില്ല. 6 തടവുകാർക്ക് ഒരു ദിവസം 3 ഷിഫ്റ്റുകളിലായി 3 ജീവനക്കാർ വേണമെന്നാണ് ജയിൽ മാനദണ്ഡം. എന്നാൽ ആ നിയമങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. സംസ്ഥാനത്തെ ജയിലുകളിൽ ആകെ 10,375 പുരുഷ തടവുകാരുണ്ട്. ജയിൽ ചട്ടമനുസരിച്ച ഇവരുടെ സുരക്ഷാ ചുമതലയ്ക്ക് 5,187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ വേണം. എന്നാൽ ആകെയുള്ളത് 1,284 പേർ മാത്രം. 3 APOമാർക്ക് ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ എന്ന നിലയിൽ വേണമെന്നും നിയമമുണ്ട്. അങ്ങനെയാണെങ്കിൽ 1,729 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ വേണമെന്നാണ് കണക്ക്. എന്നാൽ നിലവിലുള്ള DPOമാരുടെ എണ്ണം 447 ആണ്. ആകെയുള്ള സുരക്ഷാ ജീവനക്കാരെയാണ് മറ്റ് ഓഫീസ് ഡ്യൂട്ടികൾക്കും ഉപയോഗിക്കുന്നത്. സുരക്ഷയൊരുക്കേണ്ട ജീവനക്കാർ ജയിൽ വ്യവസായ സംരംഭങ്ങളിലും പണിയെടുക്കണം. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ 2 മണിക്കൂർ തുടർച്ചയായി പണിയെടുത്താൽ 4 മണിക്കൂർ വിശ്രമം അനുവദിക്കണമെന്നാണ്. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. എല്ലാവരും 24 മണിക്കൂറും ഡ്യൂട്ടി എടുക്കണം. അമിത ജോലിഭാരം നൽകി മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു തരത്തിലുള്ള ജയിൽ നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ അനുജനെ വെട്ടിക്കൊന്ന യുവാവ്. വയൽത്തിട്ട വീട്ടിൽ രതീഷാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ മഹേഷുമായുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ജ്യേഷ്ഠൻ മഹേഷും അനുജൻ രതീഷും തമ്മിൽ വീട്ടിൽ വെച്ചുണ്ടായ തർക്കമാണ് കയ്യേറ്റത്തിലും പിന്നീട് കൊലപാതകത്തിലും കലാശിച്ചത്. മരിച്ച രതീഷ് സഹോദരിയുടെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാണ് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തർക്കമുണ്ടായത്. തുടർന്ന് അവിടെയുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് അനുജനെ വെട്ടുകയായിരുന്നു. രതീഷിന്റെ കഴുത്തിലേറ്റ വെട്ടാണ് മരണകാരണം. ഇരുവരും മദ്യലഹരിയിലായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. രതീഷിന്റെ മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ചിറയൻകീഴ് പോലീസ് പ്രതി മഹേഷിനെ കസ്റ്റഡിയിലെടുത്തു. 24, തിരുവനന്തപുരം. വയനാട് ലക്കിടിയിൽ വാഹന പരിശോധനയ്ക്കിടെ ചുരത്തിലേക്ക് ചാടിയ യുവാവിനെ കാറിൽ നിന്ന് MDMA പിടികൂടി. താമരശ്ശേരി ചുരത്തിലെ 9ാം വളവ് വ്യൂ പോയിന്റിന് താഴേക്ക് ചാടിയ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി ഷഫീഖിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് ലക്കിടി കവാടത്തിന് മുന്നിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു പോലീസ്. ഇതിനിടെ ചുരം കയറി സ്വിഫ്റ്റ് കാർ എത്തി. ഈ കാർ പരിശോധിക്കാൻ വേണ്ടി പോലീസ് കൈകാണിച്ചതോടെ വെള്ള ടീഷർട്ട് ധരിച്ച ഇയാൾ ഇറങ്ങിയോടി താഴേക്ക് ചാടി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ തിരൂരങ്ങാടി സ്വദേശി ഷഫീഖാണെന്ന് വ്യക്തമായി. നിരവധി ലഹരിക്കടത്ത് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കാറിന്റെ ഡോറിന് താഴെ കവറുകൾ ഒളിപ്പിച്ച നിലയിൽ 16 ഗ്രാം MDMA വൈത്തിരി പോലീസ് പിടികൂടി. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് ഷഫീഖ് എന്ന് പോലീസ് പറയുന്നു. 9ാം വളവിന് താഴെ ചുരത്തിലെ വനമേഖലയിൽ പോലീസും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും ഷഫീഖിനെ കണ്ടെത്താനായില്ല. ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തിയിരുന്നു. 24, വയനാട്. കൊല്ലത്ത് വൻ ലഹരി വേട്ട. 1 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളുമായി 2 പേർ കൊട്ടിയത്ത് പിടിയിലായി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് ലഹരി ഉൽപ്പന്നങ്ങളെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിന് സമീപം കഞ്ചാവുമായി യുവാവും എക്സൈസിന്റെ പിടിയിലായി. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കുടിവെള്ളക്കുപ്പിയുടെ മറവിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തിയത്. 225 ചാക്കുകെട്ടുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. കർണാടക മംഗലാപുരം സ്വദേശി സവാദ്, മലപ്പുറം സ്വദേശി അമീർ എന്നിവരാണ് പിടിയിലായത്. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം വരെ മൊബൈലിൽ വരുന്ന മെസ്സേജ് പ്രകാരം പറയുന്ന സ്ഥലങ്ങളിൽ വാഹനം നിർത്തുകയും അവിടെ നിന്ന് വാഹനം അടുത്തയാൾക്ക് കൈമാറണമെന്നുമുള്ള നിർദ്ദേശമാണ് ലഭിച്ചതെന്ന് പ്രതികൾ പറഞ്ഞു. ഇത് മംഗലാപുരത്തുനിന്ന് കടത്തിക്കൊണ്ടുവന്നതാണ്. ഇത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂൾ പരിസരങ്ങളിൽ വിൽക്കുന്നതിനായിട്ടാണ് മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള ക്യാച്ചാണ് നടന്നത്. മിനറൽ വാട്ടർ കൊണ്ട് കവർ ചെയ്ത് അതിനുള്ളിലാണ് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലഹരിവേട്ട നടത്തിയത്. കോഴിക്കോട് കഞ്ചാവുമായി പിടിയിലായ ചാലിത്തറ ചിത്തിരയിൽ ധീരജ് ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. കഞ്ചാവ് ചില്ലറയായി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ധീരജ്. ന്യൂസ് ഡെസ്ക് 24. വയനാട് വാഴവറ്റ കരിങ്കണ്ണിക്കുന്നിൽ കോഴിഫാമിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം.
പൂവന്നിക്കും തടത്തിൽ അനൂപോ, ഷിനു എന്നിവരാണ് മരിച്ചത്. മൃഗങ്ങളെ തടയാനായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നാണ് ഷോക്കേറ്റത്. സ്ഥലത്ത് KSEB ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കരിങ്കണ്ണിക്കുന്നിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് അനൂപും ഷിനുവും കോഴിഫാം നടത്തിയിരുന്നത്. നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യമുണ്ടായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു. രാവിലെ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഷോക്കേറ്റ് കിടക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് തന്നെ ആൾക്കാർ വന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഞങ്ങളൊക്കെ വരുന്നത് ഏതാണ്ട് 9 കൂടിയിട്ടാണ്. അപ്പോഴത്തേക്ക് ആൾക്കാരെ ഇവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ് രണ്ടുപേരും. KSEB ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. അശാസ്ത്രീയമായ രീതിയിലൊരു ചെറിയ നൂൽക്കമ്പി, കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് ചുറ്റും ഒരു ഫെൻസിംഗ് ഉണ്ട്. ആ ഫെൻസിങ്ങിലേക്ക് ഒരു കൊടുത്തതായിട്ട് ചെറിയൊരു സംശയം മാത്രമേ പറയാനുള്ളൂ. വേറെ നമ്മൾ കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. കോപ്പർ വയർ ഇതിനോട് ചുറ്റും ഉള്ളതായി കണ്ടിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഇൻസുലേറ്റഡ് വയറല്ല. ആൾ മരണപ്പെട്ട സ്ഥലത്ത് ആ വയർ കുറച്ച് വൈഡായി കിടക്കുന്നുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും അത് ഒതുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വരുമ്പോൾ അതിലേക്ക് കണക്ഷൻ ഇല്ല. മൃതദേഹം കൽപ്പറ്റയിലെ ആശുപത്രികളിലേക്ക് മാറ്റി. ഇഞ്ചി കൃഷി ചെയ്ത് നഷ്ടം സംഭവിച്ചതോടെയാണ് ഇരുവരും വളർത്തുകോഴി കൃഷിയിലേക്ക് മാറിയത്. 24 വയനാട്. പത്തനംതിട്ട തിരുവല്ലയിൽ നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് കുളത്തിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. കാരക്കൽ സ്വദേശി ജയകൃഷ്ണൻ, മുത്തൂർ ചാലക്കുഴി സ്വദേശി IBP രഞ്ജി എന്നിവരാണ് മരിച്ചത്. അപകടത്തിന് തൊട്ടുമുമ്പ് അമിത വേഗത്തിൽ പോകുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വ്യാഴാഴ്ച രാത്രി 11:30യോടെയാണ് തിരുവല്ല മന്നങ്കര ചിറയ്ക്ക് സമീപം അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ സമീപത്തെ പോസ്റ്റിലിടിച്ച് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. തിരുവല്ലയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയെത്തി അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ജയകൃഷ്ണന്റെ ജീവൻ നഷ്ടമായി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ IB തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. രാത്രി ഒരു 11 മണിക്ക് ശേഷം ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലും അലർച്ചയും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിലെ ജോൺ മറീസ് എന്ന് പറഞ്ഞ ആളും അപ്പുറത്തെ വീട്ടിലെ ഓവനക്കുട്ടൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇവിടെ വന്നു. നമുക്ക് കുറച്ച് പേര് ഇവിടെ കൂടിയിട്ടുണ്ട്. ആരും ഇറങ്ങാൻ തയ്യാറില്ല. വണ്ടി അങ്ങേയറ്റം മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാനും ബിനുക്കുരിനും എല്ലാം ഓവനക്കുട്ടനും എല്ലാം കൂടിയാണ് വെള്ളത്തിലിറങ്ങിയത്. അപകടത്തിൽപ്പെട്ട അനന്തുവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. വാഹനത്തിന്റെ അമിതവേഗമാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 പത്തനംതിട്ട. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മാലിദ്വീപിന് 4850 കോടി രൂപയുടെ വായ്പാ സഹായം അനുവദിച്ച് ഇന്ത്യ. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. മാലിദ്വീപ് ഇന്ത്യയുടെ സഹയാത്രികൻ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി മാലിദ്വീപിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദ്യമായ സ്വീകരണം. മാലൈ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവും മന്ത്രിമാരും നേരിട്ടെത്തി സ്വീകരിച്ചു. ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കും. 4 കരാറുകളിലും 3 ഉടമ്പടികളിലും ഒപ്പുവെച്ചു. മാലിദ്വീപ് സൈന്യത്തിന് 72 വാഹനങ്ങൾ ഇന്ത്യ നൽകും. മാലിദ്വീപുമായി ഇന്ത്യക്കുള്ള ബന്ധം ചരിത്രത്തെക്കാൾ പഴക്കമുള്ളതും കടൽ പോലെ ആഴമുള്ളതുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് നന്ദി പറഞ്ഞ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു. ഇന്ത്യ മാലിദ്വീപ് നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക സ്റ്റാമ്പുകൾ പുറത്തിറക്കി. നാളെ നടക്കുന്ന മാലിദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 24 ഡൽഹി. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. സെപ്റ്റംബറിൽ UN ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് മാക്രോൺ അറിയിച്ചു. നീക്കം സ്വാഗതം ചെയ്ത് പലസ്തീൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചു. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. സെപ്റ്റംബറിൽ UN പൊതുസഭയിൽ ഫ്രാൻസ് പ്രഖ്യാപനം നടത്തും. ഇതോടെ G7 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറും. നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ പലസ്തീനെ അംഗീകരിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ 193 രാജ്യങ്ങളിൽ 143 അംഗങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നു. ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കണം, ബന്ദികളെ വിട്ടയക്കണം, പട്ടിണിയിലായവർക്ക് അടിയന്തര സഹായം എത്തിക്കണം,
ഹമാസിനെ നിരായുധീകരിക്കണമെന്നും മക്രോൺ എക്സിൽ കുറിച്ചു. ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാകണം ഗസയുടെ പുനർനിർമ്മാണം. പലസ്തീനെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ ഈ തീരുമാനത്തിനെതിരെ ഇസ്രയേൽ രൂക്ഷമായാണ് പ്രതികരിച്ചത്. ഫ്രാൻസ് ഭീകരവാദത്തെ സഹായിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഫ്രാൻസിന്റെ തീരുമാനത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണം ഉയരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. നോക്കാം കായിക വാർത്തകൾ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് സ്പാനിഷ് ഇതിഹാസ താരം സാവി ഹെർണാണ്ടസും അപേക്ഷ നൽകിയിരുന്നതായി വെളിപ്പെടുത്തൽ. എന്നാൽ സാവിയുടെ ഭീമമായ ശമ്പളം താങ്ങാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ തള്ളുകയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാവാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ലഭിച്ചത് 170 അപേക്ഷകൾ. ഇതിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക IM വിജയൻ അധ്യക്ഷനായ ടെക്നിക്കൽ കമ്മിറ്റി തയ്യാറാക്കുകയും ചെയ്തു. പരിഗണിക്കാതിരുന്ന അപേക്ഷകളിൽ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു വമ്പനുമുണ്ടായിരുന്നു. സ്പെയിന്റെയും ബാഴ്സലോണയുടെയും ഇതിഹാസ താരം സാവി ഹെർണാണ്ടസ്. ഇന്ത്യൻ മുൻ ഗോൾ കീപ്പറും ദേശീയ ടീമിന്റെ ഡയറക്ടറുമായ സുബ്രത പോളിന്റെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. സാവിയുടെ സ്വന്തം മെയിൽ ID-യിൽ നിന്നാണ് അപേക്ഷ വന്നത്. ആദ്യം വ്യാജമെന്ന് കരുതി, എന്നാൽ പിന്നീട് വ്യക്തമായി ഒറിജിനൽ സാവി തന്നെ. പക്ഷേ സാവിയെ ബന്ധപ്പെടാനുള്ള നമ്പറൊന്നും അപേക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ലെന്നും സുബ്രത പോൾ പറയുന്നു. സാവി അപേക്ഷിച്ചിരുന്നതായി സ്ഥിരീകരിച്ച ടെക്നിക്കൽ കമ്മിറ്റി അംഗം എന്നാൽ സൂപ്പർ പരിശീലകൻ ആവശ്യപ്പെട്ട തുക ഇന്ത്യൻ ഫുട്ബോളിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതോടെ അപേക്ഷ നിരസിക്കുകയായിരുന്നു. 2024-ൽ ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനമൊഴിഞ്ഞ സാവി ഇപ്പോൾ ഫ്രീ ഏജന്റാണ്. ഇന്ത്യയിൽ വന്ന് കളിക്കാമെന്ന അർജന്റീന ദേശീയ ടീമിന്റെ ഓഫർ പണമില്ലാത്തതിന്റെ പേരിൽ വേണ്ടെന്ന് വെച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അതേ കാരണത്താൽ സാവിയെ പോലൊരു വമ്പൻ കോച്ചിനെ ലഭിക്കാനുള്ള അവസരവും നഷ്ടമാക്കിയിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക് 24. കായിക ബില്ലിന് പൂർണ്ണ പിന്തുണയെന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ. കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ബില്ലിലൂടെ പരിഹാരമാകും. 2036 ഒളിമ്പിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടക്കുകയാണ്. ഇതുവരെ എല്ലാം പോസിറ്റീവാണെന്നും PT ഉഷ 24-നോട് പറഞ്ഞു. കായിക ബില്ലിന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ബില്ലിലൂടെ പരിഹാരം കാണാൻ കഴിയും. ഇപ്പൊ പുതിയ ബില്ല് വരുന്നത് തന്നെ സ്പോർട്സ് ഈ അത്ലറ്റിക് സെൻട്രിക് ആണ്. കാരണം ഇപ്പം EC മെമ്പറിലാണെങ്കിലും അത് AGM-ലാണെങ്കിലും ഒരു 10% വിമൻ പ്ലസ് പ്ലേയേഴ്സ് ആണ്. അപ്പൊ പ്ലേയേഴ്സിന്റെ പ്രശ്നങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. അത് ഗവേണൻസിലായാലും പോളിസി മാറ്റേഴ്സിലായാലും ഒക്കെ തന്നെ അവർക്ക് ഇടപെടാൻ സാധിക്കും. അത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ കൗൺസിൽ അംഗങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിച്ചു. നിലവിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. 6 മാസത്തിനുള്ളിൽ കായിക മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കാണാൻ കഴിയുമെന്നും PT ഉഷ. ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് എന്നും സ്പോർട്സിന് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് എല്ലാവരും കൂടി ഒരുമിക്കുമ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ 6 മന്ത്സിനുള്ളിൽ നമുക്ക് ലോട്ട് ഓഫ് ചേഞ്ചസ് കാണാം. 2036-ലെ ഒളിമ്പിക്സിൽ ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ താൽപര്യം അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ നടക്കുകയാണ്. ഇതുവരെയെല്ലാം പോസിറ്റീവായി മുന്നോട്ട് പോവുകയാണെന്നും PT ഉഷ വ്യക്തമാക്കി. വിനീത VG 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.